പണ്ട് ഞാൻ തീരെ വായിക്കാറില്ലായിരുന്നു. പാരൻസ് ഒക്കെ നിർബന്ധിക്കും, അപ്പോൾ ഒരു 5 മിനിറ്റ് വായിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതുണ്ടായതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് വായന. എനിക്ക് ഹാരി പോട്ടർ ഇഷ്ടമാണ്, പിന്നെ സയൻസ് ഫിക്ഷനും ഇഷ്ടമാണ്, സൈഫൈ. ഒരു റീൽസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് 30 സെക്കൻഡാണ്. അപ്പോൾ റീൽസ് കണ്ട് ഇങ്ങനെ പോകുന്നവരുടെ അറ്റൻഷൻ സ്പാന് വളരെ കുറഞ്ഞു വരും. ഇന്നത്തെ തലമുറ വായിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്തുമാത്രം അവരെ വായിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. 1100ഓളം കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഈ സ്കൂളിൽ നിശബ്ദമായിട്ടിരിക്കുകയും ഇരുന്ന് വായിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. Reading is not just about words on a page. It's about meeting great minds. ഒരു മണിക്കൂർ ഇഷ്ടമുള്ളതൊക്കെയും വായിക്കാം, പാഠപുസ്തകം ഒഴിച്ച്. റീലുകളിൽ പെട്ടുപോയ കുട്ടിക്കാലത്തെ വായനയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് കോഴിക്കോട് ലയോള സ്കൂൾ. എല്ലാ വ്യാഴാഴ്ചയും 3 മണിക്കുള്ള ബെൽ വായനയ്ക്കുള്ളതാണ്. ഗോൾഡൻ മൊമെന്റ്സ് എ ജേർണി വിത്ത് ദ ബുക്സ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. സ്കൂളിലുള്ള 1100ഓളം കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഈ സ്കൂളിൽ നിശബ്ദമായിട്ടിരിക്കുകയും ഇരുന്ന് വായിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ റീൽസ് കാണുന്നവരാണ്. ഒരു റീൽസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് 30 സെക്കൻഡാണ്. അപ്പോൾ റീൽസ് കണ്ട് ഇങ്ങനെ പോകുന്നവരുടെ അറ്റൻഷൻ സ്പാന് വളരെ കുറഞ്ഞു വരുന്നു. ഇത് തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒരു 40 മിനിറ്റോളം നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു 3 ആഴ്ചകൾക്ക് ശേഷം ഈ ക്യാമ്പസ് പരിപൂർണമായിട്ട് ഒരു 40 മിനിറ്റോളം നിശബ്ദമായിട്ടിരിക്കുന്ന അത്ഭുതം നൽകുന്നൊരു കാഴ്ചയായിരുന്നു. ഇന്നത്തെ തലമുറ വായിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്തുമാത്രം അവരെ വായിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്, എന്തുമാത്രം അവരെ വായിക്കാനായിട്ട് നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പ്രോത്സാഹനത്തിൻ്റെ ഭാഗമാണ്. ഇത് അവർക്ക് ഇവിടെയുള്ള ടീച്ചർമാർ മുഴുവൻ അവരുടെ കൂടെ ഇരുന്ന് വായിക്കുന്നു. ഞങ്ങളുടെ നോൺ ടീച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അവരും ഇരുന്ന് വായിക്കുന്നു. കുട്ടികൾ ഇത് മുഴുവൻ കാണുകയാണ്. ഒന്ന് മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികളും ഒപ്പം അധ്യാപകരും അനധ്യാപകരും ഒരുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിലേക്ക് ഇറങ്ങിച്ചെല്ലും. കഥകളോ കവിതകളോ നിറഞ്ഞ പുസ്തകങ്ങൾ ആവേശത്തോടെ വായിക്കും. എൻ്റെ 3 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ ദിവസം രാവിലെ തന്നെ ആ ബുക്ക് എടുത്തോ എന്നുള്ളത് ചെക്ക്. വേറെ ഒരു ബുക്ക് എടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരന്ന് വായിക്കുന്ന ബുക്ക് എന്തായാലും മറക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. വൈകുന്നേരം ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനും അവർ വായിച്ചതിനെക്കുറിച്ച് വീട്ടിൽ വന്നിട്ട് ഷെയർ ചെയ്യാനും വലിയ താല്പര്യമാണ്. കുട്ടികളിലെ കുഞ്ഞു കുഞ്ഞു വാസനകൾ വെളിച്ചം കാണാതെ പോകരുതെന്ന നിർബന്ധവും ഇവർക്കുണ്ട്. അതിനായി ഓരോ കുട്ടിയും സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു പുസ്തകം ഇറക്കും. കഥകളും കവിതകളും ചിത്രങ്ങളും ഒക്കെയായി. ഓരോ കുട്ടിക്കും ഓരോ ബുക്ക്. അത് അവർ ആ ജൂൺ മുതൽ ഒറ്റയടിക്ക് അവർ ചെയ്തതല്ല. ഓരോ മാസം ജൂൺ ഓൺവേർഡ്സ് അവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ അതിനെ ഒരു മാഗസിൻ ആക്കിയിട്ട് യാതൊരു വിധത്തിലുള്ള കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രിന്റഡ് ആയിട്ടുള്ള പേജസ് അതിനുള്ളിലില്ല. എല്ലാം ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ വായനയിലൂടെ അവർക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷനും വർദ്ധിച്ചതായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഞാൻ തീരെ വായിക്കാറില്ലായിരുന്നു. പാരൻസ് ഒക്കെ നിർബന്ധിക്കും, അപ്പോൾ ഒരു 5 മിനിറ്റ് വായിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതുണ്ടായതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് വായനയിൽ. ഇവരെ വായിച്ചിട്ട് അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഫസ്റ്റൊന്നും താല്പര്യമില്ലായിരുന്നു, പിന്നെ താല്പര്യം വന്നു. ഇത് വായിച്ച് ടേം 1 താല്പര്യമില്ല, പക്ഷേ ടേം 2, 3 ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടി വന്നു. വീട്ടിൽ നിന്നൊക്കെ ബുക്ക് കൊണ്ടുവരാറുണ്ട്. ബുക്ക് കൊണ്ടുവരാത്ത സമയത്ത് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കും. ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും നല്ല താല്പര്യം ഈ റീഡ് ചെയ്യാൻ. ഫ്രണ്ട്സൊക്കെ വീട്ടിൽ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ബുക്സ് ഷെയർ ചെയ്യും. എനിക്ക് ഹാരി പോട്ടർ ഇഷ്ടമാണ്, പിന്നെ സയൻസ് ഫിക്ഷനും ഇഷ്ടമാണ്, സൈഫൈ. സ്കൂളിൽ റീഡിങ് അവർ ഉണ്ടായപ്പോൾ തൊട്ടാണ് ഇപ്പോൾ കുറച്ചും കൂടിയും വായിക്കാൻ തുടങ്ങി. നമുക്ക് ഒരു സൈലൻസ് ഉണ്ടായിട്ട് പീസ്ഫുള്ളി വായിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ റീഡിങ് അവർ. ഗോൾഡൻ മൊമെന്റ്സ്. കോമിക്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടിങ്കിൾ ഡൈജസ്റ്റ് കോമിക്സ്, അങ്ങനത്തെ ടൈപ്പ് കോമിക്സും ഭയങ്കര ഫാൻസാണ്. പോക്കിമോൺ. ഇവിടുത്തെ ഇപ്പോൾ എൻവയൺമെൻറ്റ് പറഞ്ഞാൽ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റും.
ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ബുക്സ് വായിക്കാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. പിന്നെ ഈ നമ്മുടെ ഇവിടെ ഒരു മ്യൂസിക് ഉണ്ടാവും, ഫാദർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടി ഒരു കോൺസെൻട്രേഷൻ ആ ബുക്സിൻ്റെ